ഭൂമിയിൽ ആദ്യമായി ജീവജാലകങ്ങൾ രൂപാന്തരപ്പെട്ട ഘട്ടങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ലക്ഷക്കണക്കിന് വർഷം പിറകിലേക്ക് മനസ്സിനെ കൊണ്ടു ചെല്ലുക. അനേകായിരം വർഷങ്ങൾ കൊണ്ടാണ് ഭൂമിയിൽ ജീവജാലകങ്ങൾ രൂപപ്പെട്ടതെന്ന് സയൻസ് പറയുന്നു. കാലക്രമേണ ജീവജാലകങ്ങൾ രൂപപ്പെടുകയും അവകൾക്ക് വേണ്ടുന്ന അവയവങ്ങൾ കൃത്യമായ ഘടനയോടുകൂടി ഉണ്ടാവുകയും ചെയ്ത ആ സമയം മനസ്സിൽ കൊണ്ടുവരിക. അവിടെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഒരു നിർമ്മാതാവ് ഇല്ലാതിരുന്ന കാലത്ത്, ചൂണ്ടിക്കാണിക്കാൻ ഒരു ഗൈഡ് ഉണ്ടാകാതിരുന്ന കാലത്ത്, ഒരു സംവിധായകൻ ഉണ്ടാകാതിരുന്ന കാലത്ത്, ഈ രീതിയിൽ എന്നിങ്ങനെ നിർദ്ദേശിക്കാൻ ഒരു ശക്തിയും ഉണ്ടാകാതിരുന്ന കാലത്ത്, കാണുവാനോ കേൾക്കുവാനോ ആരും ഇല്ലാതിരുന്ന കാലത്ത്, ഒരു മുൻമാതൃകയുടെയും സഹായം ഉണ്ടാകാതിരുന്ന കാലത്ത്, ഈ ജീവികൾ ഇവയൊക്കെ ഏതൊക്കെ രീതിയിൽ രൂപാന്തരപ്പെടണമെന്ന് ഒരു ശക്തിയും തീരുമാനിക്കാനുണ്ടാകാതിരുന്ന കാലത്ത് ഈ ജീവികളൊക്കെ സ്വയമേ നീണ്ടും ചരിഞ്ഞും ഉയർന്നും കനത്തും പരന്നുമൊക്കെ സ്വയം തന്നെ ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ ഈ ജീവികളുടെ കുറ്റമറ്റ ആകാരവടിവുകളും അവകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഘടനകളും സൗന്ദര്യവും ഇതെല്ലാം ഈ ജീവികൾ അവകൾ സ്വയം തന്നെ സ്വായത്തമാക്കിയത് ആണെന്ന് വിശ്വസിക്കാൻ മാത്രം ബുദ്ധി കുറഞ്ഞവരും അല്ലെങ്കിൽ ബുദ്ധിശൂന്യരുമാണോ ഈ യുക്തിവാദി നിരീശ്വരവാദി പ്രസ്ഥാനത്തിലെ അംഗങ്ങളൊക്കെ എന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഭൂമിയിലെ മറ്റു ചില സവിശേഷതകൾ കൂടി പരിശോധിക്കാം. മൊത്തം പ്രപഞ്ചത്തിൽ ഭൂമിയുടെ സ്ഥാനം കടൽ തീരത്തുള്ള ഒരു മണൽത്തരിയേക്കാൾ ചെറുതാണ്. ആ ഭൂമിയിലാണ് അള്ളാഹു ഏറ്റവും ഉന്നത നിലവാരമുള്ള സൃഷ്ടികളായ മനുഷ്യരെ നിയോഗിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനെ ശ്രദ്ധിച്ചാലും ബുദ്ധിപരമായ ആസൂത്രണമാണ് എവിടെയും കാണാൻ സാധിക്കുന്നത്. നിത്യവും വെളിച്ചം പകരുന്ന സൂര്യഗോളം അല്പം കൂടി ഭൂമിക്ക് അടുത്തേക്ക് വന്നിരുന്നുവെങ്കിൽ ഭൂമി ചുട്ടുപൊള്ളുന്ന വെറുമൊരു മരുഭൂമി ഗ്രഹമായി മാറുമായിരുന്നു. ഇതേ സൂര്യൻ അല്പം കൂടി അകലെ ആയിരുന്നുവെങ്കിൽ ഭൂമി ഒരു മഞ്ഞുഗോളമായി തീരുമായിരുന്നു. ചന്ദ്രൻ എന്ന വിസ്മയം നിലാവ് തരുന്നതോടുകൂടി വേലിയേറ്റവും വേലിയിറക്കവുമൊക്കെ ഭൂമിക്ക് സമ്മാനിച്ചുകൊണ്ട് ഭൂമിയുടെ ജീവൽ പ്രകൃതിയെ സന്തുലിതമാക്കി വയ്ക്കുന്നു. ഭൂമിയിലെ ഭൂഗുരുത്വ ബലം വർദ്ധിച്ചിരുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ കാല് ഭൂമിയിൽ കുത്തിയാൽ തിരിച്ചെടുക്കാൻ കാന്തത്തിലൊട്ടിയ ഇരുമ്പ് പറിച്ചെടുക്കും പോലെ പ്രയാസകരമാകുമായിരുന്നു. ഭൂഗുരുത്വ ബലം കുറഞ്ഞിരുന്നുവെങ്കിലോ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ, വാഹനം ഓടിക്കാൻ പോലും ബാലൻസ് കിട്ടാത്ത രൂപത്തിൽ അങ്ങനൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു. കൂടാതെ പരന്നൊഴുകുന്ന സമുദ്രങ്ങളും തലയെടുപ്പോടെ വെള്ള പൊതിച്ചു നിൽക്കുന്ന വിശാലമായ മഞ്ഞുമലകളും പുഴകളും തടാകങ്ങളും മഴക്കാടുകളും ജന്തുവിഭാഗവും കേവലം ബാക്ടീരിയകൾ വരെ അങ്ങനെ എല്ലാം ഭൂമിയുടെ ജീവൽ സ്പന്ദനം ഭംഗിയായി നിലനിർത്തുവാൻ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രകൃതിയുടെ സ്വാഭാവികമായ ഘടനയിൽ ഏതെങ്കിലും ഒന്നിന് താളം പിടിച്ചാൽ തന്നെ ഭയാനകമായ നാശമായിരിക്കും അതുമൂലം ഭൂമി ഏറ്റുവാങ്ങേണ്ടി വരിക. ആരാണ് ഇത്ര കൃത്യമായ കണക്കൂട്ടലോടുകൂടി എല്ലാം സജ്ജീകരിച്ചത്? അതാണ് ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. എല്ലാം യാദൃശ്ചികതയിൽ സ്വയംഭൂവായി എന്ന് വാദിക്കുന്ന ചില നവീന ആശയക്കാർ വളരെ ബുദ്ധിശൂന്യമാണ് അവരുടെ ആശയങ്ങൾ. യുക്തിവാദി നിരീശ്വരവാദി പ്രസ്ഥാനങ്ങൾ അങ്ങിങ്ങായി പൊട്ടിമുളയ്ക്കുമ്പോൾ അവരുടെ ബുദ്ധിശൂന്യതയിൽ ബുദ്ധിയുള്ളവർക്ക് ഒരിക്കലും അകപ്പെടുവാൻ കഴിയുകയില്ല. ഈ കണ്ട പ്രപഞ്ചത്തിൻ്റെ എല്ലാം സംവിധായകൻ ആരാണെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമാണ് മനസ്സിലേക്ക് വരിക. എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ ഏകനായ ശക്തി, അവനാണ് അല്ലാഹു തആല.